അങ്കോളയിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ അർജുനായുള്ള തെരച്ചിൽ തുടരുന്നു. നാവികസേന, കേന്ദ്ര ദുരന്ത നിവാരണ സേന, സംസ്ഥാന ദുരന്ത നിവാരണ സേന, ഫയർഫോഴ്സ്, പോലീസ് തുടങ്ങിയവ സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത്. അതേസമയം പരിശോധനയ്ക്ക് വേണ്ടി റഡാർ എത്തിച്ചിട്ടുണ്ട്. GPS സംവിധാനമുള്ള റഡാറാണ് മംഗലാപുരത്തു നിന്നും എത്തിച്ചിരിക്കുന്നത്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തും പുഴയിലും പരിശോധന നടത്തും. നിലവിൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിജു കണ്ണൻ അങ്കോളയിൽ നിന്നും, ഒപ്പം തന്നെ കോഴിക്കോട് നിന്ന് മേഘമാധവനും ചേരുന്നുണ്ട്. നിലവിൽ വലിയ തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴെങ്കിലും ശരിയായ രീതിയിൽ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ ഈ 10 മീറ്റർ വരെ ഉയരത്തിലുള്ള മണ്ണ് നീക്കാൻ 2 മണ്ണ് മാന്തി യന്ത്രങ്ങൾ മാത്രമാണ് കർണാടക സർക്കാർ ഉപയോഗിച്ചിരുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിദ്ധരാമയ്യയുമായി നേരിട്ട് ബന്ധപ്പെട്ടതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് നിരവധി മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടെ കൊണ്ടുവരികയും ഈ മണ്ണ് നീക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അവിടെ തുടങ്ങുകയും ചെയ്തത്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തി ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ പുരോഗമനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി വേണു കർണാടക ചീഫ് സെക്രട്ടറിയുമായി നിരന്തരം സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ സിജു കണ്ണൻ അങ്കോളയിൽ നിന്ന് അപകടം നടന്ന സ്ഥലത്ത് നിന്നും ചേരുന്നുണ്ട്. സിജു കണ്ണൻ, ഈ 5-ാം ദിവസമാണ്, ആ അപകടമുണ്ടായതിൻ്റെ 5-ാം ദിവസമാണ് ഇന്ന്. ഇന്നലെയാണ് രാവിലെ സംസ്ഥാനത്തെ ഇങ്ങനെ ഒരു മലയാളി ഈ അപകടത്തിൽപ്പെട്ട കാര്യം പോലും കർണാടക സർക്കാർ കേരളത്തെ അറിയിക്കുന്നത്. ആ നിമിഷം തന്നെ കൃത്യമായ ഇടപെടൽ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിനുശേഷം വളരെ വേഗത്തിൽ കൂടുതൽ മണ്ണുമാന്തുന്ന യന്ത്രങ്ങൾ അടക്കം എത്തുന്നു, റഡാർ സംവിധാനം എത്തുന്നു. അതോടൊപ്പം തന്നെ സൂറത്കല്ലിലെ IIT നിന്നുള്ള വിദഗ്ധരടക്കം എത്തുന്നു, നേവിയുടെ സഹായം എത്തുകയും ചെയ്യുന്നു. ഒരുപക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ, ആ ബന്ധുക്കൾ പറയുന്നത് പോലെ, ലോറി ഉടമ മനാഫ് പറയുന്നത് പോലെ, സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം ഇത്ര വേഗത്തിലേക്ക് എത്തിച്ചേരുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം അത് ശരിയായ രീതിയിൽ നിലയിൽ തന്നെ പുരോഗമിക്കുകയാണോ സിജു? രക്ഷാപ്രവർത്തനം ഇന്ന് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടാണ് നടക്കുന്നത്. റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് നടക്കുന്നത്. രാവിലെ 7 മണിക്കാണ് തെരച്ചിൽ പുനരാരംഭിച്ചത്. അതിനുശേഷം 10 മണിയോടുകൂടി മംഗലാപുരത്ത് നിന്ന് റഡാർ വഴി പരിശോധിക്കുന്ന സംവിധാനം, ഉപകരണങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചു. സൂറത്കൽ IITയിലെ വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. ഇപ്പോൾ ഈ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തെ GPS സിഗ്നൽ ലഭിച്ച പ്രദേശത്തും അതോടൊപ്പം ഈ പുഴയിലുമാണ് പരിശോധന നടത്തുന്നത്. മണ്ണിനടിയിൽ ആളുകൾ, അർജുൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ, ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ കാര്യക്ഷമമായി അത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. വിദഗ്ധ സംഘമാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഈ പ്രദേശത്ത് ഇപ്പോൾ നടക്കുന്ന പരിശോധനയുടെ ഒരു വേഗതയില്ലായ്മയെ കുറിച്ച് നമ്മളോട് സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചിരുന്നു. ഇത്രയൊക്കെ വിമർശനങ്ങളും ഇത്രയൊക്കെ സർക്കാർ തലത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടും ഈ വലിയൊരു വേഗത ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ടില്ല. അതോടൊപ്പം ഇതെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നതിന് പ്രൊഫഷണലായ ആളുകളുടെ കുറവ് ഫീൽ ചെയ്യുന്നു എന്നാണ് മനാഫ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് നമുക്കറിയാം, സംസ്ഥാന സർക്കാർ, കേരള സർക്കാരിന്റെ ഇടപെടലിന് ശേഷമാണ് ഈ തെരച്ചിൽ ആരംഭിക്കുക തന്നെ ചെയ്തത്. അതുവരെ മണ്ണ് നീക്കുന്ന ചെറിയ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ നടത്തിയിരുന്നത്. വലിയ വിമർശനം എല്ലാ ഭാഗത്തു നിന്നും. ഈ കർണാടക സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഓരോ ദിവസവും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് അല്പം മുമ്പ് കാർവാർ MLA മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറയുകയും ചെയ്തത്. അഡ്മിനിസ്ട്രേറ്റീവ് നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അവിടെ ഉദ്യോഗസ്ഥ തലത്തിലായാലും ഭരണതലത്തിലായാലും വലിയൊരു വീഴ്ച വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു അപകടം 16-ാം തീയതി ഉണ്ടായ അപകടം, ഇന്ന് തീയതി 20, 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഒരു മനുഷ്യജീവനല്ല, 10 പേരോളം അവിടെ ആ മണ്ണിനടിയിൽ ഉണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോഴും ആരൊക്കെയാണ്, ഏതൊക്കെ വാഹനമാണ് അവിടെ പെട്ടുപോയെന്ന് പോലും കൃത്യമായ കണക്ക് നൽകാൻ കർണാടക സർക്കാരിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് മാത്രമാണല്ലോ കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംസ്ഥാനത്തെ ഒരു മലയാളി പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഏറ്റവും അറിയേണ്ട ഒരു കാര്യം, നിലവിൽ നമുക്ക് ഇന്നലെ വരെ ലഭിക്കുന്ന വിവരമനുസരിച്ച് അവിടെ നിന്ന് പലരും പറഞ്ഞ വിവരങ്ങൾ വെച്ച് 5000 ലോഡ് മണ്ണ് അവിടെ നിന്ന് നീക്കേണ്ടി വരും. അങ്ങനെ നീക്കിയെങ്കിൽ മാത്രമേ ഈ ലോറി അവിടെ നിന്ന് ഉണ്ടോ എന്ന കാര്യം അറിയാൻ കഴിയുകയുള്ളൂ. 10 മീറ്റർ ഉയരത്തിൽ മണ്ണ് കിടക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ ലഭിച്ച വിവരമനുസരിച്ച് ഈ 4 വരി പാതയിൽ ഉച്ചയ്ക്ക് ശേഷം 1 വരി പാതയിലെ മണ്ണ് നീക്കി എന്നുള്ളതാണ്. അതിനുശേഷം തുടർച്ചയായിട്ട് 1, 2, 3, 4 പാതകളിലെ മണ്ണ് നീക്കിയിട്ടുണ്ടാകാം. പക്ഷേ 10 മീറ്റർ ഉയരത്തിൽ കിടക്കുന്ന മണ്ണ് നീക്കാൻ എത്ര സമയം വേണ്ടി വരും? അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, മണ്ണുമാന്തി യന്ത്രങ്ങൾ, എക്സ്കവേറ്റിംഗ് വെഹിക്കിൾസ് അവിടെ ഉണ്ടോ എന്നുള്ളതാണ്. റഡാർ ഉൾപ്പെടെ
കൃത്യമായി പരിശോധിച്ചുകൊണ്ട് ആ എക്സാക്ട് സ്ഥലം കണ്ടെത്തിയെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഈ മണ്ണ് നീക്കാൻ എത്ര സമയം വേണ്ടിവരും? ഒരു മനുഷ്യജീവൻ 5 ദിവസമായി കിടക്കുകയാണ്. എന്താണ് കർണാടക സർക്കാർ ചെയ്യുന്നത്? കൃത്യമായി ഇടപെടൽ സംസ്ഥാനത്ത് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ഇടപെട്ട് ആ പ്രവർത്തനങ്ങൾ വേഗതയിലാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുന്നു. പക്ഷേ അറിയേണ്ടത് എത്ര സമയം ഇനി ഈ മണ്ണ് നീക്കാൻ വേണ്ടിവരും? അതിലാണ് കേരളം കാത്തിരിക്കുന്നത്, അർജുൻ്റെ വീട്ടുകാർ കാത്തിരിക്കുകയും ചെയ്യുന്നത്. ഇന്ന് കേരള ഗതാഗത വകുപ്പിന്റെ മോട്ടോർ വകുപ്പ് ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. അവർ നേരിട്ട് കണ്ട കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അവർ ഇന്ന് രാവിലെ പറഞ്ഞത് ഈ GPS സിഗ്നൽ ലഭിക്കുന്ന സ്ഥലത്തിനടുത്ത് 200 മീറ്ററോളം അതിന് ചുറ്റളവിൽ മണ്ണ് നീക്കം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി 100 മീറ്റർ കൂടി ഈ GPS സിഗ്നൽ ലഭിച്ച മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട്. 100 മീറ്റർ നീളത്തിൽ. അതാണെങ്കിൽ 6 മീറ്ററിലധികം ഉയരത്തിൽ കല്ലും മണ്ണും അടിഞ്ഞു കിടക്കുന്നത്. സിജു, അതായത് ഇനിയിപ്പോൾ 100 മീറ്റർ ദൂരത്തിൽ മണ്ണുണ്ട്. 6 മീറ്റർ, നേരത്തെ പറഞ്ഞ 10 മീറ്റർ എന്നുള്ളത് 4 മീറ്ററോളം മണ്ണ് നീക്കം ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ 100 മീറ്റർ മണ്ണ് നീക്കം ചെയ്യാൻ എത്ര സമയം വേണ്ടി വരും എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ഈ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. നിലവിൽ കൂടുതൽ മണ്ണ് അതോടൊപ്പം തന്നെ ടിപ്പർ ലോറികൾ ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിന് ഈ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. ഉച്ചയോടുകൂടി നീക്കം ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയ ശേഷം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അതിലേറെ സമയം വേണ്ടിവരും എന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം ഈ ലോറി ഡ്രൈവർ മനാഫ് അവിടെ പോയി കാര്യങ്ങൾ കണ്ട ശേഷമാണ് തിരിച്ച് കാര്യങ്ങൾ കൈരളി ന്യൂസിനോട് നേരത്തെ കഴിഞ്ഞ വാർത്തയിൽ പറഞ്ഞത്. വലിയൊരു വീഴ്ച, അതായത് ഇപ്പോഴും ആ വീഴ്ച ഉണ്ടായതിന് പിന്നാലെ തെരച്ചിൽ ആരംഭിക്കുമ്പോഴും ഈ മണ്ണ് നീക്കം ഉൾപ്പെടെയുമ്പോഴും കോപിപ്പിക്കാൻ ആളില്ലാത്ത ഒരു പ്രശ്നം നിലനിൽക്കുന്നു. കൃത്യമായി പ്രൊഫഷണലായ സിജു പറഞ്ഞത് തന്നെയാണ് പ്രധാന പ്രശ്നം. കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏകോപനം കൃത്യമാണ്. ഒരാൾ നേതൃത്വം കൊടുക്കുന്നു. അത് മുഖ്യമന്ത്രി വീട്ടിലിരുന്നായാൽ പോലും, മുഖ്യമന്ത്രി എവിടെ ഇരുന്നാൽ പോലും ആ ഏകോപനം കൃത്യമാണ്. ഒരു മനുഷ്യജീവന് കേരളം കൊടുക്കുന്ന വില എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഏറ്റവും ഒടുവിലെ ആമയിഴഞ്ചാൻ തോട്ടിൽ കണ്ടതുമാണ്. ഇവിടെ അവിടുത്തെ കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ഇടപെട്ടു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ മനുഷ്യജീവനെ എങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ഉയരുകയാണ്. എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്? അതിന് ആരാണ് ചുമതലയുള്ളത്? ഏതൊക്കെ തരത്തിലുള്ള എക്യുപ്മെന്റ്സ് വേണം? ആർമി വേണമെങ്കിൽ വിളിച്ചു വരുത്തേണ്ടതുണ്ട്. അത്തരത്തിൽ വളരെ കൃത്യമായ ഇടപെടൽ കർണാടകത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് ഈ സാഹചര്യത്തിൽ പറയേണ്ടി വരുന്നത്. അതുതന്നെയാണ് ആ MLA വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ സർക്കാർ, നമ്മുടെ ഉദ്യോഗസ്ഥർ അവിടെ ഏത് തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? സിജു, ഇപ്പോൾ ഇന്ന് രാവിലെ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കാസർഗോഡ് നിന്ന് സ്ഥലത്തെത്തി കാര്യങ്ങൾ വിലയിരുത്തി നേരിട്ട് സ്ഥലം കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ച ശേഷമാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെ കാസർഗോഡ് DYSP പ്രേം സദനം കൂടി സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇങ്ങനെ വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരെ സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട്. നേരത്തെ മന്ത്രി AK ശശീന്ദ്രൻ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് ഇതാണ്: നമ്മൾ ദൂരെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനപ്പുറത്ത് ആ സ്ഥലത്തെത്തിക്കൊണ്ട് കാര്യങ്ങൾ എത്രത്തോളം നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ ഈ സ്ഥലത്ത് എത്തിച്ചിരിക്കുന്നത്. അത് കർണാടക സർക്കാർ ആവശ്യപ്പെട്ടത് കൊണ്ടല്ല, കേരളത്തിന്റെ ഇക്കാര്യത്തിലുള്ള നിതാന്തമായ ഒരു ജാഗ്രതയുടെ ഭാഗമായാണ് കാര്യങ്ങൾ കൃത്യമായി അറിയുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരെ അയച്ചിരിക്കുന്നത്. ഓരോ ഘട്ടത്തിലും കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നതിനും സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്നതിനുമാണ് ശ്രദ്ധ ചെലുത്തുന്നത്. ഓരോ ഘട്ടത്തിലും തെരച്ചിലിന്റെ പുരോഗതി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് വിവിധ വകുപ്പുകൾ. ഒരു സംശയം കൂടിയുണ്ട്. കാരണം കേരളത്തിന് ഉള്ള ഒരു നിതാന്ത ജാഗ്രതയുണ്ട്. കേരളത്തിന്റെ മകനെ എങ്ങനെയും രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ള നിതാന്ത ജാഗ്രത. ഈ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ നിരവധി ലോറികൾ അതിനിടയിൽ പെട്ടുവെന്നും നിരവധി പേർ മരിച്ചു എന്നുള്ള വാർത്തകൾ വരികയും ചെയ്തു. മറ്റ് സംസ്ഥാനങ്ങളിൽ പെട്ടവരാണോ, കർണാടകത്തിൽ നിന്നുള്ളവർ തന്നെയാണോ, അങ്ങനെ ആരെങ്കിലും ഈ അർജുൻ അല്ലാതെ മറ്റാരെങ്കിലും ഒക്കെ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ? നിലവിൽ ഇപ്പോൾ MLA സംസാരിച്ചപ്പോൾ MLA നൽകിയ ഒരു വിവരം 8 പേരാണ് മരണപ്പെട്ടത്. 7 പേർ ഈ ഒരു ചായക്കട നടത്തുന്ന കുടുംബത്തിലുള്ളവർ, മറ്റൊരാൾ കൂടി മരണപ്പെട്ടു. അതിനുശേഷം അർജുനെ കൂടാതെ മറ്റ് 2 പേർ കൂടി ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടെന്ന സംശയമുണ്ടെന്ന് ഈ കാർവാർ അങ്കോള MLA തന്നെ ഇപ്പോൾ പറഞ്ഞ സംശയമാണ് നിലനിൽക്കുന്നത്. കൂടുതൽ തെരച്ചിലുമായി ബന്ധപ്പെട്ട് തെരച്ചിലിന് ശേഷം ഇക്കാര്യത്തിൽ വ്യക്തത വരൂ എന്നാണ് MLA പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഭരണകക്ഷി MLA ആണ് സതീഷ് കെ ശൈൽ. വലിയൊരു വിമർശനം
MLA ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള രക്ഷാപ്രവർത്തനം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും ഉണ്ടായില്ല. ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരത്തിലാണ് ആ മണ്ണിടിഞ്ഞ് കിടക്കുന്നത്. ഈ ദേശീയപാതയിൽ ഒരു കല്ലും മണ്ണും മരങ്ങളും എല്ലാം തന്നെ ഇടിഞ്ഞ് റോഡിലേക്കൊന്ന് വീഴുന്ന ഒരു അപകടമുണ്ടായി. അതോടൊപ്പം തന്നെ ആ സ്ഥലത്ത് ആളുകൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടായി. വാഹനങ്ങൾ ആ മണ്ണിനടിയിൽ പെടുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ എന്നാലും ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് വലിയ വീഴ്ചയായി കാണേണ്ടത്.